ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിൽ ഇന്ന് 11ാമത്തെ മോക്ക് ടെസ്റ്റാണ്. കെമിസ്ട്രിയിലെ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. 40 മാർക്കാണ്. എപ്പോഴത്തെയും പോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതി എന്ന മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ആസിഡുകളുടെ പൊതുഘടകം ഏതാ? നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, സൾഫർ. UP സ്കൂൾ ടീച്ചർ 2010 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആസിഡുകളുടെ പൊതുഘടകം ഏതാണ് ആസിഡുകളുടെ പൊതുഘടകം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം കാറ്റലിസ്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? P2O5, V2O5, N2O5, Fe2O3. ഏതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്, ഉൾപ്രേരകം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി V2O5 ആണ്, വനേഡിയം പെൻഡോക്സൈഡ്. ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ് ഒലിയം? ഒലിയം എന്നത് ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒലിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൾഫ്യൂരിക് ആസിഡ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് പെയിൻറ് നിർമ്മാണത്തിൽ, രാസവളം നിർമ്മിക്കാൻ, ഡിറ്റർജൻറ്റുകളിൽ, ഫൈബർ നിർമ്മിക്കാൻ. ഏതിലായിരിക്കും സൾഫ്യൂരിക് ആസിഡ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി രാസവള നിർമ്മാണത്തിലാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ ഞാനൊരു സ്ലൈഡ് ആക്കിയിട്ടുണ്ട്, അത് എത്തുമ്പോഴേക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ്, കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂറസ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഏതാണ് കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡാണ് കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി എന്ത് നിർമ്മിക്കുന്നത്? അമോണിയ, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അലൂമിനിയം. അപ്പോൾ ഏതിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ചസാരയിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ അതിൻ്റെ നിറം കറുപ്പായി മാറുന്നു. ഇത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് ഗുണത്തെയാണ് കാണിക്കുന്നത്? ഓക്സികാരി, നിരോക്സികാരി, ശോഷകാരകം, നിർജ്ജലീകാരകം. ഏതായിരിക്കും? പഞ്ചസാരയിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ അത് കറുപ്പ് നിറമായിട്ട് മാറുന്നു. അതിനുള്ള കാരണം എന്താണെന്ന്? അത് എന്തായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്? അത് ഒരു നിർജ്ജലീകാരകമാണ് സൾഫ്യൂരിക് ആസിഡ്. അതായത് നിർജ്ജലീകാരകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, പദാർത്ഥങ്ങളിലുള്ളിലെ ജലത്തെ അല്ലെങ്കിൽ ആ പദാർത്ഥത്തിനുള്ളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ഒക്കെ എന്ത് ചെയ്യും? ഈ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോഴേക്കും അത് അതേ അനുപാതത്തിൽ തന്നെ അത് വലിച്ചെടുക്കും. അതായത് ഇപ്പം നമ്മൾ ജലം കൊടുത്തു കഴിഞ്ഞാൽ ആ ജലത്തിൻ്റെ ഉള്ളിൽ, ആ പദാർത്ഥത്തിനുള്ളിൽ ജലം എത്രത്തോളം ഉണ്ടോ അതിനതങ്ങ് വലിച്ചെടുക്കും. അതിനെയാണ് നമ്മൾ നിർജ്ജലീകരണം, ഡീഹൈഡ്രേറ്റിംഗ് അല്ല. അതിൻ്റെ ഉള്ളിൽ നമുക്കെങ്ങനെ എപ്പോഴാണ് നിർജ്ജലീകരണം സംഭവിക്കുക എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ വെള്ളം വറ്റിപ്പോകുമ്പോഴാണ്, വെള്ളത്തിൻ്റെ അനുപാതം കുറയുമ്പോഴാണ്. അപ്പോൾ അതേപോലെ തന്നെ ഏത് പദാർത്ഥമാണോ ചേർക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജനെയും ഓക്സിജൻ്റെയും ആ ഒരു റേഷ്യോ നമ്മളെന്താണ്, ജലം ആ ഒരു H2O എന്ന കൺസെപ്റ്റിൽ അതെന്ത് ചെയ്യും? അതങ്ങ് ആഗിരണം ചെയ്തെടുക്കും. അതിനെയാണ് നിർജ്ജലീകാരകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളെന്താണ്, കോട്ടൺ തുണിയിലൊക്കെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീഴുമ്പോൾ അതൊക്കെ സംഭവിക്കുന്ന അവിടെ നിർജ്ജലീകരണമാണ് സംഭവിക്കുന്നത്. ഗ്ലൂക്കോസിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ, അതേപോലെ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലുമായി ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകരണം സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മുന്തിരിയിൽ ഏതാണ്? സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഏതാണ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ കാണപ്പെടുന്ന ആസിഡ്? നാരങ്ങ, ലാക്റ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, സിട്രിക് ആസിഡ്. ഏതാണ് നാരങ്ങയിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി സിട്രിക് ആസിഡാണ് നാരങ്ങയിൽ കാണപ്പെടുന്നത്. നേന്ത്രപ്പഴം. നമ്മുടെ നേന്ത്രപ്പഴത്തിൽ ഏതാണ്? നേന്ത്രപ്പഴത്തിലുള്ളത് ഓക്സാലിക് ആസിഡാണ്, ഓക്സാലിക്. അതേപോലെ ചുവന്നുള്ളിയിൽ ഓക്സാലിക് ആസിഡാണ്, ചോക്ലേറ്റിൽ ഓക്സാലിക് ആസിഡാണ്. പുളിയിൽ ഏതാണ്? പുളി
ടാർട്ടാറിക്കാണ്. മുന്തിരി ടാർട്ടാറിക്കാണ്, പുളി ടാർട്ടാറിക്കാണ്. ആപ്പിൾ ആസിഡ് ഏതാണ്? ആപ്പിൾ മാലിക് ആസിഡാണ്. അതേപോലെ തേനീച്ച, കടന്നൽ, ഉറുമ്പ് ഇവയിലൊക്കെ ഉള്ളത്, ഇവയ്ക്ക് കുത്തുമ്പോൾ നമുക്ക് ആ വേദന അനുഭവപ്പെടുന്ന എന്ത് കാരണം കൊണ്ടാണ്? ഫോമിക് ആസിഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഫോമിക് ആസിഡ്. തേങ്ങയിലുള്ള ആസിഡ് ഏതാണ്? തേങ്ങയിൽ കാപ്രിക് ആസിഡാണ്. കാപ്രിക്. തേയിലയിലോ? തേയിലയിൽ ടാനിക് ആസിഡാണ്. ടാനിക് ആസിഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോറിക് ആസിഡ് ഐ ലോഷനായി ഉപയോഗിക്കാനുള്ള കാരണം എന്ത്? ബോറിക് ആസിഡ് ഐ ലോഷനായിട്ട് ഉപയോഗിക്കാൻ കാരണം ഡിസ്ഇൻഫെക്റ്റൻറ്റ്, ആൻറ്റാസിഡ്, ആൻറ്റി ഡിപ്രസൻറ്റ്, ആൻറ്റിസെപ്റ്റിക്. എന്തുകൊണ്ടാണ് ബോറിക് ആസിഡ് ഐ ലോഷനായിട്ട് ഉപയോഗിക്കാൻ? എന്താണ് കാര്യം? അതൊരു ആൻറ്റിസെപ്റ്റിക്കാണ്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീര ഉപരിതലത്തിലുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിനെയാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബോറിക് ആസിഡ് ഒരു ഐ ലോഷനായിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. ജാം, സ്ക്വാഷ് തുടങ്ങിയവ കേടുകൂടാതിരിക്കുവാൻ അവയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ലാക്റ്റിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഫോളിക് ആസിഡ്, അമിനോ ആസിഡ്. ഏതായിരിക്കും ജാം, സ്ക്വാഷ് എന്നിവയിൽ ചേർക്കുന്ന രാസവസ്തു? ഓപ്ഷൻ ബി ബെൻസോയിക് ആസിഡാണ് ഇവയൊക്കെ കേടുവരാതിരിക്കാനായിട്ട് ചേർക്കുന്ന ആസിഡ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? OH-, BCl3, NH3, CaO. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത് 2023. ലൂയിസ് അമ്ലം, ലൂയിസ് ആസിഡ് ഏതാണെന്നുള്ളത്, അതായത് ലൂയിസ് സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. AlCl3 ഇതൊക്കെ ലൂയിസ് അമ്ലങ്ങളാണ്. CO3+, അതേപോലെ Mg2+. CO ഓക്സിജൻ അല്ല, CO എന്നുള്ളത് തന്നെയാണ്, കൊബാൾട്ടാണിത്. ഓക്കെ, Mg2+. ഈ 3 എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? ലൂയിസ് അമ്ലം എന്ന് പറയുന്നത് BCl3 ആണ്. ഇതിൽ എന്താണ് ലൂയിസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളിത് എവിടെയെങ്കിലും ലൂയിസ് അമ്ലം എന്താണെന്നുള്ളതൊരു വീഡിയോ ജസ്റ്റ് നന്നായിട്ട് കാണുക. അപ്പോൾ എന്താ ലൂയിസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും അതിനെയാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും, അതായത് ആസിഡുകൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ ജോഡികളെ നമ്മൾ എന്താണ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ബേസുകൾ എന്താ? ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്നത്? ലൂയിസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ആസിഡ്സ് ഇലക്ട്രോൺസിനെ എന്താണ് സ്വീകരിക്കും, അതേപോലെ ബേസുകൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. ഇതാണ് ലൂയിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളതാർക്കാണ്? HF, CH4, NH3, H2O. ഈ ഒരു ഓർഡറിൽ തന്നിരിക്കുന്നത് അമ്ലശക്തി, അസിഡിക് നേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹൈഡ്രജൻ അല്ലാത്ത ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഫ്ലൂറിൻ ഉണ്ട്, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഓർഡർ എന്ന് പറയുന്നത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇത് മുകളിലായിട്ട് വരുന്നതാണ്. അപ്പം നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോണിൻ്റെ നെഗറ്റിവിറ്റി എന്താണ് സംഭവിക്കുന്നത്? കൂടുന്നുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഇവയുടെ അമ്ലശക്തിയും കൂടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് ഈ അറ്റത്തേക്ക് വരുന്നതിനൊക്കെ അമ്ലശക്തി കുറവായിരിക്കും. അങ്ങോട്ട് പോകും തോറും അതിൻ്റെ അസിഡിക് നേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവാർക്കായിരിക്കും? കാർബൺ. അതിലും കൂടുതലായിരിക്കും നൈട്രജന്, അതിലും കൂടുതലായിരിക്കും ഓക്സിജന്, അതിലും കൂടുതലായിരിക്കും ഫ്ലൂറിനായിട്ടുള്ള കോമ്പൗണ്ടിന്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഏറ്റവും കുറവുള്ളത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കൂടുതലായിരുന്നെങ്കിൽ ഇത് വന്നേനെ, കുറവാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ CH4 വരും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഇട്ടത്, അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല എനിക്ക്. ലൂയിസ് അമ്ലം അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് വായിച്ച് പറയാമെന്നല്ലാണ്ട് അതിന് ഒരു ആധികാരികമായിട്ട്, പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ വരുമെന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അത് കണ്ട് അതെന്തായാലും പഠിച്ചു വയ്ക്കണം. കാര്യം ഇതൊക്കെ നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അങ്ങനെയും ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്? സ്റ്റോറേജ് ബാറ്ററികൾ, അത് ശരിയായ പ്രസ്താവനയാണ്.
തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ടാനിക് ആസിഡ് മഷി തുകലിവയുടെ നിർമ്മാണം, അതും ശരിയാണ്. അസറ്റിക് ആസിഡ് രാസവസ്തുക്കളുടെ നിർമ്മാണം. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. ഇവിടെ ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്ട്സ് ആണ്. അസറ്റിക് ആസിഡ് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. സോ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? അസറ്റിക് ആസിഡ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന്? രാസവളത്തിൻ്റെ നിർമ്മാണം, മഷിയുടെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം, ഭക്ഷണത്തിൻ്റെ ദഹനം. ഏതൊക്കെയാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ടാനിക് ആസിഡാണ്. അപ്പോൾ ഇവിടെ രാസവളത്തിൻ്റെ നിർമ്മാണം ശരിയാണ്. മഷി, തുകൽ എന്നിവയുടെ ടാനിക് ആസിഡാണ്. പാഴ്ജല ശുദ്ധീകരണം ഇതും ശരിയാണ്. ഭക്ഷണത്തിൻ്റെ ദഹനത്തിന് ഏതാണ്? നമ്മുടെ വയറ്റിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാസവളങ്ങൾ നിർമ്മിക്കുന്നതിന്, സ്റ്റോറേജ് ബാറ്ററികൾ നിർമ്മിക്കുന്നതിനും കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. അതേപോലെ മറ്റ് ആസിഡുകളുടെ നിർമ്മാണത്തിന്, പെയിൻറ് നിർമ്മാണത്തിന്, റയോൺ നിർമ്മിക്കുന്നതിന്, എണ്ണ ശുദ്ധീകരണത്തിന്, മലിനജല സംസ്കരണത്തിന്, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ, സ്റ്റീലിൻ്റെയും ഇരുമ്പിൻ്റെയും നിർമ്മാണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം. എവിടെ നിന്ന് എങ്ങനെയായിരിക്കാം നമുക്ക് ചോദിക്കാം. ആംഫോടെറിക് ഓക്സൈഡ്സിന് ഉദാഹരണം ഏത്? ആംഫോടെറിക് ഓക്സൈഡ്സിന് ഉദാഹരണമാണ് MgOH2, NaOH, Al2O3, CuOH2. ഏതായിരിക്കും ആൻസർ വരുന്നത്? അപ്പോൾ എന്താണ് ആംഫോടെറിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാൽ? ആംഫോടെറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൻ്റെയും അതേപോലെ ബേസിൻ്റെയും സ്വഭാവമുള്ള ലോഹ ഓക്സൈഡുകളാണ്. ആസിഡിൻ്റെയും അതേപോലെ ബേസിൻ്റെയും സ്വഭാവമുള്ള എന്താണ്? ലോഹ ഓക്സൈഡുകളെയാണ് ലോഹ ഓക്സൈഡുകൾ. ഇതിനെയാണ് ആംഫോടെറിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് അതേപോലെ Al2O3, അതേപോലെ സിങ്ക് ഓക്സൈഡ്. ഇതൊക്കെ ആംഫോടെറിക് ഓക്സൈഡ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, Al2O3 ആണ് ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണമായിട്ട് വരുന്നത്. ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത്? H2O, HCO3 മൈനസ്, HCI, അതേപോലെ തന്നെ HS-. ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് HCI ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? രാസവസ്തുക്കളുടെ രാജാവ് ഇത്രയും നേരം പറഞ്ഞാണ് അല്ലേ? സൾഫ്യൂരിക് ആസിഡാണ്. CI, അതേപോലെ തന്നെ HS-. ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് HCI ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? രാസവസ്തുക്കളുടെ രാജാവ് ഇത്രയും നേരം പറഞ്ഞാണ് അല്ലേ? സൾഫ്യൂരിക് ആസിഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതാണ്? NH3, AlCl3, H2O, Cl-. എന്താണ് ലൂയിസ് സിദ്ധാന്തം? നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. അതായത് ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണെന്ന് പ്രസ്താവിക്കുന്നതാണ് ലൂയിസ് സിദ്ധാന്തം. ഇതേപോലെ ആസിഡും ബേസുമായി ബന്ധപ്പെട്ട് 3 സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന് ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം, ലൂയിസ് സിദ്ധാന്തം, പിന്നെ അറേനിയസ് സിദ്ധാന്തം. ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളാണെന്ന്. ആസിഡുകൾ നമ്മൾ നേരത്തെ ഈ ലൂയിസ് സിദ്ധാന്തം പറയുമ്പോഴേക്കും ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കൾ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകൾ എന്താണ്? ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണെന്നാണ് ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം പറയുന്നത്. അറേനിയസ് അല്ല, ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം. ഇനി എന്താണ് അറേനിയസ് സിദ്ധാന്തം പറയുന്നത്? ജലീയ ലായനിയിൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ജലീയ ലായനിയിൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ളവയാണ് എന്തെന്ന് പറയുന്നത്? ആസിഡുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ OH- അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് എന്ത്? ബേസ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ഇതാണ് അറേനിയസ് സിദ്ധാന്തം. 2 അറേനിയസ് സിദ്ധാന്തം. ലൗറി ബ്രോൺസ്റ്റൺ പറയുന്നത് ആസിഡുകൾ പ്രോട്ടോണുകളെ വിട്ടുകൊടുക്കുമെന്നും ബേസുകൾ പ്രോട്ടോണുകളെ സ്വീകരിക്കുന്നുവെന്ന്. അതാണ് ലൗറി ബ്രോൺസ്റ്റൺ.
അറേനിയസ് സിദ്ധാന്തം പറയുന്നത് ജലീയ ലായനിയിൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയെ ആസിഡുകളെന്നും OH- അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയെ ആൽക്കലികളെന്നും പറയുന്നു. ഇതാണ് അറേനിയസ് സിദ്ധാന്തം. ലൂയിസ് സിദ്ധാന്തം പറയുന്നത് എന്താണ്? ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും അതേപോലെ തന്നെ ബേസുകൾ എന്താണ്? ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വരുന്നത് AlCl3 ആണ്. കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചുക. ലൂയിസ് ബേസുകൾക്ക് ഉദാഹരണമാണ് AlCl3, നേരത്തെ പറഞ്ഞതാണ് CO3+, Mg2+. ഇത് മൂന്നും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഏതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ എ മാലിക് ആസിഡാണ്. ടാർട്ടാറിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, പുളിയിൽ, അതേപോലെ തന്നെ ഇതിലാണ് മുന്തിരി, ഇതൊക്കെ ടാർട്ടാറിക് ആസിഡാണ്. തൈരിൽ, തൈരിലൊക്കെ ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡ് ഏതിലാണ്? വിനാഗിരിയിലുള്ളതാണ് അസറ്റിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസിഡിൻ്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്നത് ഏതായിരിക്കും? ആസിഡിൻ്റെ pH മൂല്യം. അതായത് pH സ്കെയിൽ അനുസരിച്ചിട്ടാണ് നമ്മളത് ആസിഡ് ആൽക്കലിയെ നമ്മൾ ക്ലാസിഫിക്കേഷൻ തിരക്കുന്നത്. അപ്പോൾ ആസിഡിൻ്റെ pH മൂല്യം ഏതായിരിക്കും? അതായത് pH മൂല്യം ഇവിടെ 0, ഇവിടെ അതായത് 7ൽ കൂടുതലാണെങ്കിൽ 0, 1, 2, 3 അങ്ങനെ ഇവിടെ 7 വരെ വരും. 7ൽ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. 7ൽ കുറവാണെങ്കിൽ അതെന്താണ്? ആസിഡ് ആയിരിക്കും. 7 ആണെങ്കിൽ എന്താണ്? ന്യൂട്രൽ, നിർവീര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ആസിഡിൻ്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്ന എന്താണ്? 7ൽ കുറവായിരിക്കണം. സോ ഓപ്ഷൻ ബി pH <7 ആയിരിക്കണം. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? തേയില ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. ആൽക്കലി സ്വഭാവമാണോ തേയില കാണിക്കുന്നത്? അല്ല. കാര്യം എന്താണ്? ഇത് 4 എന്ന് പറയുന്നത്, അതായത് 7ൽ കുറവാണെങ്കിൽ അതെന്താണ്? ആസിഡാണ്. pH വാല്യൂ 7ൽ കുറവാണെങ്കിൽ ആസിഡ്, 7ൽ കൂടുതലാണെങ്കിലാണ് ആൽക്കലി അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്? ഇത് 4 എന്ന് പറയുന്നത് ബേസ് ആസിഡിൻ്റെയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി അടുത്ത എന്താ പറയുന്നത്? കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. കുടിവെള്ളം 8 ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവന അല്ല, 7ൽ കൂടുതലാണ്. സോ അത് ശരിയായ പ്രസ്താവനയാണ്. ചാരം ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. ചാരം എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് എന്താണ്? 7ൽ കുറവാണ്. സോ അത് അസിഡിക് നേച്ചറാണ്. സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കുന്നു. സോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. 11 എന്ന് പറയുമ്പോൾ 7ൽ കൂടുതലാണ്. അത് എന്തായിരിക്കും? ബേസ് ആയിരിക്കും. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? 7, 3, 10, 14. ഏതായിരിക്കണം? pH മൂല്യം തന്നിട്ട് നമ്മളതിൽ കുമ്മായം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസ്, ഒരു ആൽക്കലിയാണ്. അപ്പോൾ എന്താണ്? അസിഡിക് നേച്ചർ കൂടുതലുള്ളതിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൽക്കലി ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും അസിഡിക് നേച്ചർ കൂടുതലുള്ളത്? ഓപ്ഷൻ ബി 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം എന്ത് സംഭവിക്കുന്നുവെന്ന്. ഒരു ലായനിയിലേക്ക് ആസിഡ് ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? pH മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ലായനിയിലേക്ക് ആസിഡ് ചേർക്കുമ്പോൾ pH മൂല്യം കുറയുന്നു. കാര്യം pH മൂല്യം എന്ന് പറഞ്ഞാൽ 7ൽ കുറവാണെങ്കിലാണ് അത് ആസിഡ്. അപ്പോൾ ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് അത് pH മൂല്യം എന്തായിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്. എന്ത് ലായനി ആയതുകൊണ്ടാണ്? നമ്മളെപ്പോഴും എന്താണ്? അസിഡിക് നേച്ചറും ആൽക്കലി സ്വഭാവം എല്ലാ സാധനങ്ങളും കഴിക്കുന്നുണ്ട്. പക്ഷേ രക്തം എപ്പോഴും ഒരു ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന്? കാര്യം രക്തം ഒരു ബഫർ ലായനിയാണ്. ബഫർ ലായനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നേർപ്പിക്കുമ്പോഴോ അതേപോലെ ചെറിയ അളവിൽ ആസിഡ് അല്ലെങ്കിൽ ബേസ് ചേർക്കുമ്പോഴോ ഉണ്ടാകുന്ന pH വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പറ്റും അതിന്. അങ്ങനത്തെ ലായനികളെയാണ് ബഫർ ലായനികൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ ചേർത്താലും എന്താണ്? അതിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വേരിയേഷനൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനെ പ്രതിരോധിച്ചത് നിൽക്കും. അങ്ങനത്തെ ലായനികളെ പറയുന്ന പേരാണ് എന്താ? ബഫർ ലായനികൾ എന്ന് പറയുന്നത്. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? ശുദ്ധജലം pH 5, pH 8.5, pH 7, pH 10. 10 എന്ന് പറയുമ്പോഴേക്കും എന്താണ്? 7ൽ കൂടുതലായി അത് ആൽക്കലി സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. 8.5 എന്ന് പറയുന്നതും ആൽക്കലി സ്വഭാവം. pH 5 എന്ന് പറയുമ്പോഴേക്കും അത് അസിഡിക് നേച്ചറായി. ഇതൊന്നും നമുക്ക് കൊള്ളില്ല. അപ്പോൾ ഏതായിരിക്കും? pH മൂല്യം 7, അതായത് ന്യൂട്രൽ ആയിരിക്കണം.
താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതലുള്ളത് ഏതിനാണെന്ന്? മനുഷ്യൻ്റെ ഉമിനീര്, മനുഷ്യരക്തം, നാരങ്ങാനീര്, ദഹനരസം. ഏതിനായിരിക്കും? ഇതെല്ലാത്തിൻ്റെയും നമ്മൾ pH മൂല്യം 7 കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത്. 7 കൂടുതലെന്ന് പറയുമ്പോഴേക്കും ഏതിനാണ്? മനുഷ്യൻ്റെ ഉമിനീരിന് എത്രയാണ്? 6.4 ആണ് pH മൂല്യം. നാരങ്ങാനീരാണെങ്കിൽ അത് 2.4 ആണ്. മനുഷ്യൻ്റെ രക്തത്തിന് എത്രയാണ്? 7.4 ആണ്. നമ്മുടെ ദഹനരസം എത്രയാണ്? 1.6 ആണ്. അതായത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? 7 കൂടുതലുള്ളത്. സോ മനുഷ്യരക്തമാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുടെ pH മൂല്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. പാലിൻ്റെ എത്രയാണ്? പാലിൻ്റെത് 6.4 പറയുന്നുണ്ട്, 6.8. ഇത് നമ്മുടെ SCRT പറയുന്നത്, ഇത് നമ്മുടെ NCRT പറയുന്നത്. രണ്ടും പഠിച്ചു വെച്ചു. 6.4 അല്ലെങ്കിൽ 6.8 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽക്കലോയിഡുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകങ്ങൾ എന്നതിന് തെറ്റായ ഓപ്ഷൻ ഏതാണ്? ആൽക്കലോയിഡുകൾ: കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സോഡിയം, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ. അപ്പോൾ നമുക്കറിയാം കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഇതെല്ലാത്തിലും കോമൺ ആണ്. സോ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. ഈ ആൽക്കലോയിഡുകളിലെ കോമൺ ആയ സാധനങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. ഇത് മൂന്നും അതിൽ കോമൺ ആയിരിക്കും. പിന്നെ എന്താണ്? ചെറിയ അളവിൽ എന്തൊക്കെ ഉണ്ടാകും? ഓക്സിജൻ ഉണ്ടാകും, അതേപോലെ സൾഫർ ഉണ്ടാകും. അപൂർവമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? ക്ലോറിൻ, ബ്രോമിൻ, ഫോസ്ഫറസ് ഏതായിരുന്നു എൻ്റെ പേര്? ഫോസ്ഫറസ്. ഓക്കെ, അതായത് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവ സ്ഥിരമായിട്ടുണ്ടാകും. കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ഓക്സിജൻ, സൾഫർ, ക്ലോറിൻ, ബ്രോമിൻ, ഫോസ്ഫറസ്. ഇത്രയും സാധനങ്ങൾ അടങ്ങിയവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോസ്ഫറസ് ഉള്ളത്. അപ്പോൾ ഇത് ആൽക്കലോയിഡാണ്. ഇനി സോഡിയം നമ്മുടെ ഈ ഒരു ഓപ്ഷനിലില്ല. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി, സോഡിയം. കണ്ട, സൾഫർ ഇതിവിടെ ഉള്ളതാണ്, ക്ലോറിൻ അതും ഇവിടെ ഉള്ളതാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏത്? ക്ഷാരഗുണത്തിന് ഏതാണ്? സോഡിയം, നൈട്രജൻ, പൊട്ടാസ്യം, കാൽസ്യം. ഏതായിരിക്കും ക്ഷാരഗുണത്തിന് കാരണമായത്? നൈട്രജനാണ്. പഠിച്ചു വെച്ചോ, ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായത് നൈട്രജനാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? കഫീൻ, മോർഫിൻ, നിക്കോട്ടിൻ, ക്വിനൈൻ. ഏതായിരിക്കും? നിക്കോട്ടിനാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. കാപ്പിയിൽ കഫീനാണ്, കോളയിൽ കഫീനാണ്, തേയിലയിൽ തേയീൻ, കുരുമുളകിൽ പെപ്പറിൻ, വേപ്പിൽ മാർഗോസിൻ, ഇഞ്ചിയിൽ ജിഞ്ചറിൻ, പച്ചമുളകിൽ ക്യാപ്സൈനിൻ, മഞ്ഞളിൽ കുർക്കുമൈൻ. ഇതിൽ കാപ്പി കഫീന്, കോള കഫീൻ നമുക്കറിയാം, തേയില തേയിൻ പഠിക്കാൻ എളുപ്പമാണ്, കുരുമുളക് പെപ്പർ അതുകൊണ്ടാണത് പെപ്പറിൻ. വേപ്പ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഇഞ്ചി, ജിഞ്ചർ, പച്ചമുളക്, ക്യാപ്സൈൻ, മഞ്ഞൾ കുർക്കുമൈൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ബാക്കിയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തതേത്? ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു, ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്, വൈദ്യുതവാഹികളാണ്, പുളിരുചിയുണ്ട്. ഏതായിരിക്കും ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തതായിട്ട് വരുന്നത്? ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു. ഇതാണ് ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തത്. എല്ലായ്പ്പോഴും എന്താ ചെയ്യുന്നത്? ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കും. നമ്മൾ ഓർത്താൽ മതി, ആസിഡ് വീണാൽ നമുക്ക് എന്താണ്? ബേൺ ആകും അല്ലേ? നമ്മുടെ കൈയൊക്കെ പൊള്ളുമ്പോൾ എന്താ? ചുവപ്പ് നിറം. അപ്പോൾ ആസിഡ് എപ്പോഴും ലിറ്റ്മസിനെ എന്താണ്? ചുവപ്പാക്കിയാണ് മാറ്റുന്നത്. അത് ഓർത്താൽ മതി. ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്, നമുക്കറിയാം. ഹൈഡ്രജൻ അടങ്ങിയവയാണ് നമ്മൾ ആസിഡുകളെന്ന് വിളിക്കുന്നത്. വൈദ്യുതവാഹികളാണ്, അതുകൊണ്ടാണ് നമ്മൾ രാസപ്രവർത്തനങ്ങളിൽ ഈ വൈദ്യരാസപ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത്. പുളിരുചിയുണ്ട് അല്ലേ? ആസിഡുകളുടെ എല്ലാ സാധനത്തിനും ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മുന്തിരി അതേപോലെ പുളി എല്ലാ സാധനത്തിനും എന്താണ്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും എന്താണ്? പുളിരുചിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം ഏതാ? ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം ഇവിടെ മാത്രമാണ്. എന്താ? മഞ്ഞ, നീല, ചുവപ്പ് നിറമില്ല. ഏതായിരിക്കും? ഫിനോഫ്തലിൻ ആസിഡായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതിന് നിറമില്ലാത്ത സംയുക്തമായിട്ട് മാറും. ഓക്കെ. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അസറ്റിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ്. ഏതാണ്? ഓപ്ഷൻ ഡി, ഫോർമാൽഡിഹൈഡാണ്.
കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏത്? കറിയുപ്പിൽ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം ഏതാണ് കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ എ സോഡിയമാണ്. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം ലവണമാണ് സോഡിയം പൈറോക്സൈഡ്, പൊട്ടാസ്യം പൈറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ് ഏതാണ് ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സോഡിയം പെറോക്സൈഡ് ആണ് എന്ത് ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം ലവണം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ആസിഡുകൾക്ക് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണേത്? ഹൈഡ്രജൻ. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. അതും ശരിയാണ്. ജലീയ ലായനിയിൽ OH- അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ശരിയാണോ തെറ്റാണ്? നമ്മൾ നേരത്തെ പഠിച്ചു ജലീയ ലായനിയിൽ H+ അയോണുകളുടെ ഗാഢതയാണ്. അതേപോലെ OH- ആണെങ്കിൽ അത് ബേസ് ആയിട്ട് മാറും. പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് ആസിഡ് ഗുണം കാണിക്കുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. സോ ഇവിടെ ആൻസർ ഏത് വരും? 1, 2, 4. 1, 2, 4 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. ശരിയായ പ്രസ്താവനയാണ്. എല്ലാ ബേസുകളെയും നമ്മൾ ആൽക്കലികളെന്ന് പറയില്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെ പറയുന്ന പേരാണ് എന്ത്? ആൽക്കലികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൽക്കലികൾ ജലത്തിൽ ലയിക്കുന്ന ഏത് ബേസാണോ നമ്മൾ അതിനെ എന്ത് പറയും? ആൽക്കലികൾ എന്ന് പറയും. സോ പ്രസ്താവന എയും ബിയും എന്താണ്? ശരിയാണ്. എയും ബിയും ശരിയാണ്. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നില്ല എന്ന സിദ്ധാന്തമാണ് അറേനിയസ് സിദ്ധാന്തം. അറേനിയസ് സിദ്ധാന്തം. എല്ലാ ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നില്ലെന്നല്ല, വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ശരിക്കും എന്താ വരേണ്ടത്? വിഭജിക്കപ്പെടുന്നു എന്നാണ് വരേണ്ടത്. ആസിഡുകൾ പ്രോട്ടോണുകൾ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളും എന്ന് പ്രസ്താവിക്കുന്നതാണ് ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ശരിയായ പ്രസ്താവനയാണ്. ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണെന്ന് പ്രസ്താവിക്കുന്നതാണ് ലൂയിസ് സിദ്ധാന്തം. ഇതും ശരിയായ പ്രസ്താവനയാണ്. സോ ആൻസർ ഏത് വരും? 1 തെറ്റ്, 2, 3 മാത്രമാണ് ശരി അല്ലേ? 1 തെറ്റാണ്, 2, 3 ശരിയാണ്. 1, 2, 3 ശരി, 1, 2 മാത്രം ശരി, 3 മാത്രം ശരി, 2, 3 ശരി. സോ 2, 3 ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ്, ഇന്ദുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ്, തുരിശ്, സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം, സോഡിയം ബൈകാർബണേറ്റ്. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ ജോഡികളായിട്ട് വരുന്നത്? കറിയുപ്പ് എന്താണ്? സോഡിയം ക്ലോറൈഡ് ശരിയാണ് അല്ലേ? ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡിനെയാണ് നമ്മൾ ഇന്ദുപ്പ് എന്ന് പറയുന്നത്. തുരിശ് എന്താണ്? തുരിശ് എന്ന് പറഞ്ഞാൽ അത് സോഡിയം കാർബണേറ്റ് അല്ല, അതെന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ എന്താണ് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ? സോഡിയം കാർബണേറ്റ് ഏതാണ്? അലക്കുകാരമാണ് സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 1, 2, 4. 1, 2, 4 ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സൾഫ്യൂരിക് ആസിഡുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? രാസവസ്തുക്കളുടെ രാജാവാണ്. ശരിയായ പ്രസ്താവനയാണ്. നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് സമ്പർക്ക പ്രക്രിയ എന്നാണ്. അതും ശരിയാണ്. എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് അല്ല, അതേതാണ്? അസെറ്റിക് ആസിഡാണ്. എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അപ്പം മെത്തനോയിക് ആസിഡ് എന്താ? മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫോർമിക് ആസിഡാണ് മെത്തനോയിക് ആസിഡ്. ഏറ്റവും ക്രിയാശീലം കൂടിയ ആസിഡ് അത് ആണോ? ഏറ്റവും ക്രിയാശീലം കൂടിയ ആസിഡ് ഏതാണ്? പെർക്ലോറിക് ആസിഡാണ് ഏറ്റവും ക്രിയാശീലം കൂടിയ ആസിഡ്.
അപ്പോൾ ഏതാണ് 1ഉം 2ഉം മാത്രമാണ് ശരി. ആസിഡുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1, 2 മാത്രം ശരി. ആൻസർ ഏത് വരും? ബി വരും. 1, 2. ഓക്കെ, അപ്പോൾ നമ്മുടെ 40 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ പറയുകയാണ്, എത്ര മാർക്ക് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എങ്കിലേ എനിക്ക് അടുത്തടുത്ത് ഏത് വീഡിയോ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്